ആദിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മൊകാമ മണ്ഡലത്തിലെ ആനന്ദ് സിംഗിന്റെ വസതിയിൽ വന്ന ആഘോഷം 5 ലക്ഷം രസഗുള ഇപ്പോൾ വിതരണം ചെയ്യും എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. BJPയുടെ മംഗൾ പാണ്ഡെ ശിവാനി ലീഡ് ചെയ്യുന്നുണ്ട്. BJP ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കടുവയ്ക്ക് ശൗര്യം ചോർന്നിട്ടില്ലെന്ന് നിതീഷിന്റെ വീടിന് മുന്നിൽ പോസ്റ്റർ വന്നു കഴിഞ്ഞിരിക്കുന്നു. കടുവയ്ക്ക് ശൗര്യം ചോർന്നിട്ടില്ല. പല്ലൊക്കെ കൊഴിഞ്ഞെങ്കിലും സിംഹം ഇപ്പോഴും ശക്തമാണ്. 76 സീറ്റുകൾ 101 മത്സരിക്കുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 75% ആണ്. 80% അടുത്തുണ്ട്. 10 8 പേരെയും വിജയിപ്പിക്കാൻ BJPക്ക് സാധിക്കും. അപ്പൊ ഇനി അതിലേക്ക് പോകാമല്ലോ. അതിലേക്ക് പോകാം. ആദിലിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ചെക്ക് കൃത്യമായി വരികയാണ്. ആദിൽ നടത്തിയതായിരുന്നു എക്സാക്ട് പോൾ എന്ന് ഇപ്പോൾ ഈ ഫലത്തിലൂടെ വരുന്നു. 150 സീറ്റുകളിൽ ലീഡ് എടുത്തിരിക്കുന്നു NDA. 151. ഞാനിപ്പോ നിൽക്കുന്നത് കണക്ക് പറയാനല്ല, കുറച്ച് കാഴ്ച കാണിച്ചു തരാനാണ്. ഒന്ന് വന്നാൽ കണ്ണൻ പ്രസിഡന്റ് ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ അറിയാം. രസഗുള അടുക്കി വെച്ചിരിക്കുകയാണ്. രസഗുള വിതരണം തുടങ്ങാൻ പോവുകയാണ്. ബീഹാറിൽ ഉടനെ തന്നെ NDA സ്ഥാനാർത്ഥി മൊക്കാമയിൽ നിന്ന് മത്സരിച്ച ആനന്ദ് സിംഗിന്റെ വീട്ടിലെ കാഴ്ചയാണ്. 5 ലക്ഷം രസഗുളയാണ് ഇവിടെ നിന്ന് മാത്രം വിതരണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. വലതുവശത്ത് അതിലപ്പുറം ഇരട്ടിയിലധികം രസഗുള ഇപ്പുറത്തുമുണ്ട്. ആ രൂപത്തിൽ രസഗുള 5 ലക്ഷം രസഗുള, 1 ലക്ഷം പേർക്ക് ഭക്ഷണം. ആ വിധത്തിൽ കിത്തനെ രസഗുള ബനദിയാ? 5 लाख के आसपास. 5 लाख. कितने आदमी को खिला देंगे? 1.5 लाख से ऊपर, जितना आ सके, पूरा ऑल ओवर इंडिया से जितना आ सके. एक विधानसभा में JDU മത്സരിക്കുന്ന ഇതിന്റെ കാഴ്ചകൾ കൂടി കാണിച്ചു കൊടുക്കണം. അതായത് വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷം എന്നൊക്കെ പറയാനുണ്ടോ? ഒരു കല്യാണത്തിന് സമാനമായ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. JDU സ്ഥാനാർത്ഥിയായിട്ടാണ് വലിയ തോതിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന മൊക്കാമ മണ്ഡലത്തിലെ ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആനന്ദ് സിംഗ് ഇപ്പോൾ ജയിലിലാണ്. ജയിലിൽ കിടന്നിട്ട് ഇപ്പോൾ മത്സരിച്ച് ജയിക്കാൻ പോവുകയാണ്. അതിന്റെ സന്തോഷമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു വശത്തേക്ക് വന്നാൽ പൂരി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 1.5 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഏതായാലും വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു നിയമസഭാ മണ്ഡലത്തിലെ മാത്രം കാഴ്ചയാണ്. ക്യാ ഹോഗാ पूरी बन रहा. आनंद सिंह जीत जाएगा. हाँ, जीत जाएंगे. बिल्कुल जीत. ഒരു ഭാഗത്ത് പൂരി ഉണ്ടാക്കിയിടുന്നു, മറുഭാഗത്ത് രസഗുള വിതരണം തുടങ്ങാൻ പോകുന്നു. ഏതായാലും ഈ രൂപത്തിൽ വലിയ ആഘോഷം JDU ക്യാമ്പിൽ NDA ക്യാമ്പിൽ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. രസഗുള ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുള്ള കാഴ്ചയാണ്. അങ്ങനെ പലയിടത്തും ഇപ്പോൾ BJP ആഘോഷം തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തേജസ്വിയുടെ പ്രധാനപ്പെട്ട വീട്ടിലും ഓഫീസിലുമൊന്നും അനക്കമില്ല. നിരാശയുടെ മൂടുപടമാണ് ഇന്ത്യ സഖ്യത്തിന്റെ മഹാസഖ്യത്തിന്റെ പല ഓഫീസുകളിലും കാണുന്നത്. അവിടെയൊക്കെ കാണുന്നത് നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, പൂരി ഉണ്ടാക്കുന്നു, വിതരണം തുടങ്ങുന്നു. ആഘോഷം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ എന്നതാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കാണുന്ന കാഴ്ച, പട്നയിൽ നിന്ന് കാണുന്ന കാഴ്ച. സുജയ, ബീഹാറിൽ നിന്ന് വരുന്ന കാഴ്ചകൾ മധുരം വിതരണം ചെയ്തിരിക്കുന്നു NDA ക്യാമ്പ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എക്സിറ്റ് പോളുകളെയും മറികടന്നുകൊണ്ടുള്ളൊരു കുതിപ്പിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കുന്നത്. 152 ഇടങ്ങളിലാണ് നിതീഷ് മോദി സഖ്യം ലീഡ് ചെയ്യുന്നത്. രാഹുൽ തേജസ്വി സഖ്യമാകട്ടെ കേവലം 71 സീറ്റുകളിൽ മാത്രം. ഏകദേശം ഇരട്ടിയിലധികം സീറ്റുകളിലാണ് NDA ലീഡ് ചെയ്യുന്നത്. ലഡു വിതരണം ആരംഭിച്ചു, ഗുലാബ് ജാമുൻ വിതരണം ആരംഭിച്ചു. പലയിടങ്ങളിലും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് BJP ക്യാമ്പ് വലിയ ആഘോഷ തിമിർപ്പിലാണ്. ഏറ്റിരിക്കുന്നു നിതീഷിന്റെ ഭരണം എന്നുള്ളതാണ്. നിതീഷിന്റെ ജനക്ഷേമ പദ്ധതികൾ, സ്ത്രീകളെ മുൻനിർത്തിയുള്ള സ്ട്രൈക്ക് യഥാർത്ഥത്തിൽ നിതീഷിന് ഗുണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നിതീഷിന്റെ ഭരണമികവും പ്രതിച്ഛായയും ഒപ്പം BJPയുടെ സംഘടനാ മികവും ചേർന്നപ്പോൾ അതൊരു വലിയ ചരിത്രമായി മാറുന്നു. വലിയ ആഘോഷങ്ങൾ